നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഭയത്തിനെ നേരിടുവാനുള്ള, ഭയം മാറുവാനുള്ള ഒരു വിദ്യയെ നമുക്കൊരു കഥയിൽ കൂടി മനസ്സിലാക്കാം. ഒരിക്കലൊരാൾ, അയാൾ വളരെ ഭീരുവാണ്, വളരെ ഭയമാണ്. അയാളുടെ ഭയം നമ്മൾ സോഷ്യൽ ഫോബിയ എന്നൊക്കെ പറയുന്നത് പോലെ സമൂഹത്തിൽ ആളുകളെ കാണാനും ആളുകളോട് സംസാരിക്കുവാനും എസ്പെഷ്യലി മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള ഭയമായിരുന്നു അയാൾക്ക്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞുകൊണ്ട് മനുഷ്യരെ കാണുന്ന സമയത്ത് അവരോട് മുഖത്ത് നോക്കി സംസാരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന ഭയത്തോടുകൂടി ജീവിച്ചു വന്ന ആ വ്യക്തി ഒരിക്കലും ഒരു ഗുരുവിനെ കണ്ടുകൊണ്ട്, ഒരു ആത്മീയ ഗുരുവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് തൻ്റെ ഈ ഭയം മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചു. ഗുരു അപ്പോൾ ചെയ്തത്, 100% നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ മാറ്റിത്തരുമെന്നും, പക്ഷെ അത് മാറ്റിത്തരണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് ഇവിടെ വന്നാൽ മാത്രമേ അതിനുള്ള വഴി ഉപദേശിച്ചു തരുള്ളൂ എന്നും ഗുരു അയാളോട് തിരിച്ചു പറഞ്ഞു. എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ച ഈ ഭീരുവിനോട് ഗുരു പറഞ്ഞു കൊടുത്തത്, തൊട്ടടുത്ത ടൗണിൽ പോയി നിന്നുകൊണ്ട് ആദ്യം കാണുന്ന ഒരു 20 ആളുകളോട് അവർക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഞാനൊരു ഭീരുവാണ് എന്ന് സ്വയം പറയുവാൻ വേണ്ടിയിട്ട് ഗുരു ഉപദേശിച്ചു വിട്ടു. ഇത് ചെയ്താൽ മാത്രമേ ഈ ഭയം മാറുവാനുള്ള കാര്യം ഉപദേശിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ അഭിപ്രായ പ്രകാരം അയാൾ അടുത്ത ടൗണിലേക്ക് പോയി. പക്ഷെ നിർഭാഗ്യവശാൽ അടുത്ത ടൗണിലെത്തിയപ്പോൾ ഭയം കൊണ്ട്, ഭീരുത്വം കൊണ്ട് അയാൾക്ക് ഒരു വ്യക്തിയെ പോലും മുഖത്ത് നോക്കി സംസാരിക്കുവാനോ ഈ ഒരു കാര്യം ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറയുവാനോ ഇയാൾക്ക് സാധിച്ചില്ല. ഒരാഴ്ച ഇയാൾ അതിന് പരിശ്രമിച്ചു, നടന്നില്ല. 2 ആഴ്ച പരിശ്രമിച്ചു, നടന്നില്ല. 3 ആഴ്ച പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ ഇയാൾക്കൊരു കാര്യം മനസ്സിലായി, ഗുരുവിൽ നിന്ന് ഈ ഭയം മാറുവാനുള്ള തന്ത്രം ലഭിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അയാൾ അടുത്ത ദിവസം ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യമായിട്ടൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് മുഖത്ത് നോക്കാതെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട്, സർ, ഞാനൊരു ഭീരുവാണ് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം അത് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആളെ കണ്ടപ്പോഴും മുഖത്ത് നോക്കാതെ ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഞാനൊരു ഭീരുവാണ് എന്ന് പറയുവാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ വ്യക്തികളെ കണ്ടുകൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഞാനൊരു ഭീരുവാണ് എന്ന് പറയുവാൻ അയാൾ ആരംഭിച്ചു. ഓരോ ദിവസം കഴിയും തോറും പതുക്കെ പതുക്കെ അയാളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വന്നു. അങ്ങനെ 3, 4, 5 ദിവസം കഴിയുമ്പോഴേക്കും അയാൾ കാണുന്ന ആളുകളോട് മുഖത്ത് നോക്കിക്കൊണ്ട്, സർ, ഞാനൊരു ഭീരുവാണ് എന്ന് പറയുവാൻ അയാൾക്ക് സാധിച്ചു. അങ്ങനെ 20ാമത്തെ വ്യക്തിയെ കാണുമ്പോഴേക്കും അയാൾ പൂർണ്ണ ധൈര്യത്തോടുകൂടി ഞാനൊരു ഭീരുവാണ് എന്ന് അയാൾ പറഞ്ഞു എന്ന് അയാൾക്ക് സ്വയം ബോധ്യപ്പെട്ടു. ഈ ഓരോ ദിവസവും തന്നിൽ വരുന്ന മാറ്റം അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 20 വ്യക്തികളോട് പറഞ്ഞതിന് ശേഷം ഇയാൾ ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഗുരുവിനോട് കാര്യം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇത് തന്നെയാണ് ഭയം മാറുവാനുള്ള ഏറ്റവും വലിയ തന്ത്രം. കാരണം എപ്പോഴാണോ താനൊരു ഭീരുവാണ് അല്ലെങ്കിൽ ഭയമുള്ള ആളാണ് എന്ന് സ്വയം താൻ അംഗീകരിക്കുന്നത്, അപ്പോൾ മാത്രമേ, അതായത് ഒരു പ്രശ്നത്തിലാണ് ഞാനെന്നും ഇന്നതാണ് എൻ്റെ പ്രശ്നമെന്നും എപ്പോഴാണോ ഞാൻ സ്വയം അംഗീകരിക്കുന്നത്, അപ്പോഴും മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ ഭീരുവാണെന്ന് ഞാൻ അംഗീകരിച്ചപ്പോൾ, ആ ഭയത്തിലേക്ക് തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ, ഭയത്തോടു കൂടി ആ ഭയം ഉണ്ടാക്കുന്ന എന്താണോ അതിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ മാത്രമാണ് എന്നിൽ മാറ്റമുണ്ടായത്. അപ്പോൾ ഭയം മാറ്റുവാനുള്ള മാർഗം ഒന്ന് മാത്രമാണ്. എന്താണോ ഭയക്കുന്നത് അത് ഭയത്തോടു കൂടി തന്നെ ആദ്യം ചെയ്തു തുടങ്ങുക. പതുക്കെ പതുക്കെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭയം മാറിപ്പോകും എന്നുള്ളതുമാണ് മനഃശാസ്ത്രം.